ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആക്ച്വലി ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ചെയ്യണത്, അത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പേർക്ക് ചിലപ്പോൾ നോളജ് ഉണ്ടാവും. അത് തീരെ എങ്ങനെയാണ് മാർക്കറ്റിൽ പി ഇ റേറ്റിംഗ് നടക്കുന്നത്, എങ്ങനെയാണ് പി ഇ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നത്, എങ്ങനെയാണ് പി ഇ ഡി റേറ്റിംഗ് നടക്കുന്നത്, ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു പ്രൈസിൽ നിന്ന് കറൻറ്റിലുള്ള പ്രൈസിൽ നിന്ന് മാർക്കറ്റ് എങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത് തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സ്കൈ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ആ ഒരു കമ്പനീൻ്റെ ചാർട്ടാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് എടുക്കാനുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കമ്പനിയിൽ ഇപ്പം റീസെൻ്റായിട്ട് നവംബർ 13 ഇതിൻ്റെ റിസൾട്ട് ഔട്ടായിട്ടുണ്ട്. അപ്പം ആ റിസൾട്ട് ഔട്ടായതിനു ശേഷം അതിൻ്റെ പി ഇയിൽ വന്നിട്ടുള്ള മാറ്റവും ആ പി ഇനെ എങ്ങനെ റീഅഡ്ജസ്റ്റഡ് ആയി എങ്ങനെയാണ് പി ഇ റേറ്റിംഗ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത്, ഈ സ്റ്റോക്കിനെ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം സ്കൈ ഗോൾഡ് എന്ന് പറയുന്നത് 4723 കോടിൻ്റെ ചെറിയൊരു കമ്പനിയാണ്. ഈ ഒരു കമ്പനിയിൽ നവംബർ 13 റിസൾട്ട് ഔട്ടായതിനു ശേഷം ഈ പി ഇയിലുള്ള ഈ ഒരു ഫ്ലക്ച്വേഷൻ, ഈ പി ഇ എങ്ങനെയാണ് റീഅഡ്ജസ്റ്റഡ് ആവുന്നത്, പി ഇ എങ്ങനെ വാല്യൂഷൻ കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഈ റീസെൻ്റ്ലി നടന്നിട്ടുള്ള ആ റിസൾട്ടിൻ്റെ ബേസിൽ പറഞ്ഞു തരാനുള്ള ഉൽപ്പന്നം കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു ചാർട്ട് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിന് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാനിപ്പം ഈ 3 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു എഴുതി വെച്ച കാര്യം അതിൻ്റെ ഓപ്പോസിറ്റ് കൊടുത്തുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പി ഇ റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് അതിന് ആ ഒരു വാല്യൂഷൻ ഇപ്പം കറൻ്റ് ഉള്ള ആ ഒരു വാല്യൂഷൻ അതിന് സസ്റ്റൈനബിൾ അല്ല, അത് ഇനിയും ഹയർ വാല്യൂഷനിലേക്ക് ആ സ്റ്റോക്ക് പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികളെ മാർക്കറ്റ് ഫൈൻഡ് ചെയ്തിട്ട് അതിന് പ്രീമിയം വാല്യൂഷൻ കൊടുക്കുന്നതിനാണ് പി ഇ റേറ്റിംഗ് എന്ന് ബേസിക് ആയിട്ട് പറയുന്നത്. പി ഇ ഡി റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണുന്ന പോലെ തന്നെ ഇതിനെ താഴോട്ടേക്കാണ്, അതായത് ആ ഒരു ഇപ്പം നിൽക്കുന്ന ഒരു പി ഇ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആ സ്റ്റോക്ക് കമ്പനീൻ്റെ വാല്യൂഷനായിട്ട് എത്രയോ മുകളിലാണ്. അപ്പം അത്രയും വാല്യൂവിൽ ആ ഒരു സ്റ്റോക്ക് പ്രൈസ് സസ്റ്റെയിൻ ചെയ്യാൻ ആ സ്റ്റോക്കിന് പറ്റത്തില്ല എന്ന് മനസ്സിലാകുമ്പം ആ സ്റ്റോക്ക് അവിടെ നിന്ന് താഴത്തേക്ക് വരുന്നതിനാണ് പി ഇ ഡി റേറ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പി ഇ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം ഇവിടെ ഇത് ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു കൺസൾട്ടേഷൻ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ആണ്. ഇങ്ങനെ കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് പറയുന്നത്, ഈ പി ഇ അഡ്ജസ്റ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എക്സാമ്പിളും കൂടി ആയിട്ടാണ് ഞാൻ സ്കൈ ഗോൾഡിൻ്റെ ഈ ഒരു കമ്പനീൻ്റെ ഡാറ്റാസ് വെച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും കൂടി ചെയ്യുന്നത്. ഈ പി ഇ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ വർക്ക് ആണത്, പ്ലസ് അതിനുശേഷം എങ്ങനെയാണ് റീറേറ്റ് ചെയ്യപ്പെടുക, എങ്ങനെയാണ് പി ഇ ഡീറേറ്റ് ചെയ്യപ്പെടുക എന്നുള്ള കാര്യങ്ങളാണ്. ഏറ്റവും അവസാനത്തെ ഈ ഒരു പി ഇ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇന്നിപ്പം ആ ഒരു സ്റ്റോക്ക് നിൽക്കുന്ന ഒരു പ്രൈസ്, നാളെ ആ സ്റ്റോക്കിൽ ഒരു റിസൾട്ട് ഔട്ടാകാൻ പോവാണ്. അപ്പം ആ റിസൾട്ട് ഔട്ടായതിനു ശേഷം ആ ഏണിങ്സ് നല്ലതാണോ ചീത്തയാണോ നാളെ ഔട്ടായതിനു ശേഷം മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇന്ന് മാർക്കറ്റ് അതിനൊരു പി കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നാളെ കുറേ പേര് ആ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നാളെ ആ റിസൾട്ട് ഔട്ടായതിനു ശേഷം അവർ ഓൾറെഡി എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല രീതിക്കുള്ള ഗ്രോത്ത് ഉള്ള ഒരു റിസൾട്ടാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇന്നലെ ഉണ്ടായിരുന്ന പി എന്ന് പറയുന്നത് കുറച്ച് ഹയർ വാല്യൂഷനിൽ കിടക്കുന്ന പി ആയിരിക്കും. കാരണം വലിയ ഏൺസ് വരുമ്പോൾ ആ പി ഓട്ടോമാറ്റിക്കലി താഴത്തേക്ക് വരും, പി അഡ്ജസ്റ്റഡ് ആവും. അതേപോലെ തന്നെ ആ ഒരു റിസൾട്ട് വളരെ മോശമാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇന്ന് കിടക്കുന്ന പി നാളെ റിസൾട്ട് മോശമായിട്ട് വരുമ്പോൾ ആ പി ഓട്ടോമാറ്റിക്കലി ഹയർ വാല്യൂഷനിലേക്ക് പോകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏണിങ്സിനെക്കാട്ടിലും ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടാണ് ആ ഒരു എക്സ്പെക്ടേഷനെക്കാട്ടിലും ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടാണ് ആ ഒരു ഏണിങ്സ് വന്നിട്ടുണ്ടാവുക. അപ്പം ഇന്ന് നിൽക്കുന്ന ആ ഒരു പി എന്ന് പറയുന്നത് നാളെ അത് ഇ പി എസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഹയർ പിയിലേക്ക് പോകും. അപ്പോൾ അത് മാർക്കറ്റ് ഓൾറെഡി ഏണിങ്സും കുറവാണ്, ആ പി ഇയിൽ അതിന് സസ്റ്റെയിൻ ചെയ്യാതെ തിരിച്ച് താഴത്തേക്ക് വരികയും ചെയ്യും. ഇങ്ങനെയാണ് ആക്ച്വലി ഈ പി അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ സിമ്പിളായിട്ട് ഈ ഒരു സ്കൈ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ റിസൾട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്ന സെക്ഷനിൽ റിസൾട്ട് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഈ വരുന്ന റിസൾട്ടിൻ്റെ ഈ റിസൾട്ട് വന്ന ഡേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം 13 നവംബർ 2024 13-ാം തീയതിയാണ് ഈ റിസൾട്ട് ഔട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ആ റിസൾട്ട് ഔട്ടായതിനു ശേഷം അതിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റങ്ങളാണ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് റിസൾട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ 39 കോടിയിൽ നിന്ന് 71 കോടിയിലേക്കും, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ 72 കോടിയിൽ നിന്ന് 71 കോടിയിലേക്കും സെയിൽസിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ചെറിയ ഡിഫറൻസ് ഉണ്ട്, ചെറിയൊരു ആഴ്ച ഉണ്ടെന്നുണ്ടെങ്കിലും ഇയർ ഓൺ ഇയർ വൈസ് നോക്കുമ്പോൾ വലിയൊരു ജമ്പാണ് സെയിൽസിൽ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നെറ്റ് പ്രോഫിറ്റ് നോക്കുമ്പോൾ ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ 7 കോടിയിൽ നിന്നും 35 കോടിയിലേക്കും, ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുമ്പോൾ 21 കോടിയിൽ നിന്ന് 35 കോടിയിലേക്ക്, അതായത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ഇയർ ഓൺ ഇയറും നോക്കുമ്പോൾ നല്ലൊരു റിസൾട്ടിൽ ജമ്പാണ് ഈ ഒരു കമ്പനി തന്നിട്ടുള്ളത്. ഈ ഒരു റിസൾട്ട് ഔട്ടായത് എന്നാണെന്ന് ഇവിടെ ഡേറ്റ് നോക്കിയെങ്കിൽ കാണാം 13-ാം തീയതി. ഈ ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ റിസൾട്ടിൻ്റെ ഈ ഒരു PDF എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ച് സ്കൈ ഗോൾഡിൻ്റെ ചാർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകണം. ചാർട്ടിലേക്ക് പോകുമ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി നല്ലൊരു ഗ്രോത്ത് വന്നിട്ടുള്ളൊരു കമ്പനിയാണ്. 90 രൂപ എന്ന ഓൾമോസ്റ്റ് ഇപ്പോൾ 3500-3000 റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പം ഇത്രയും വലിയൊരു ഗ്രോത്ത് കഴിഞ്ഞ ഒരു
5 കൊല്ലം കൊണ്ട് ഈ ഒരു സ്റ്റോക്ക് പ്രൈസിൽ തന്നിട്ടുണ്ട്. അത്രയും വലിയൊരു മൾട്ടി ബാഗർ എന്നിട്ടൊരു സ്റ്റോക്കാണ്. അപ്പം ഇവിടുന്ന് ഇനിയും എന്തിന് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകണം, അല്ലെങ്കിൽ ഈ സ്റ്റോക്കിന് താഴത്തേക്കാണ് പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇപ്പം കൊടുത്തിരിക്കുന്ന ഈ സ്കൈ ഗോൾഡിൻ്റെ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഈ ഒരു സ്റ്റോക്ക് പി എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു പി മാർക്കറ്റിൽ ഇനിയും സസ്റ്റെയിൻ ആയിട്ട് നിൽക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കമ്പനിയിൽ വന്നിട്ട് നോക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നവംബർ 13 ഇതിൻ്റെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നവംബർ 13 നവംബർ 12 ഈ സ്റ്റോക്കിൽ നടന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഇതിലുള്ള ഈ ചാർട്ടിൽ പോകുമ്പോൾ നമുക്കിവിടെ പ്രൈസ് എന്നും അതുപോലെ തന്നെ PE റേഷ്യോ എന്നും പറഞ്ഞിട്ട് കാണാം. ഇതിലിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രൈസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 1 ഇയർ ടൈം സ്പാൻ എടുത്തിട്ട് ഈ ഇവിടെ നോക്കുക, ഓൾമോസ്റ്റ് നവംബർ 13 ഇതിൽ റിസൾട്ട് ഔട്ട് ആയത്. അപ്പോൾ നവംബർ 12 ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് 3234 അപ്പോൾ അതിനുശേഷം ഒരു ചെറിയൊരു 3200 വരെയൊക്കെ ഇത് ലോസ്റ്റ് പോയിന്റിൽ പോയിട്ടുള്ളൂ, ചെറിയൊരു പെർസെൻറ്റേജ് താഴത്തെ പോയിട്ടുള്ളൂ. പക്ഷേ അതേസമയം ഇതിൻ്റെ PE റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നവംബർ 12 വെച്ച് നോക്കുമ്പോൾ ഇത് ഞാൻ 1 ഇയറിലേക്ക് ഇവിടെ ചേഞ്ച് ആക്കി. അപ്പോൾ നവംബർ 12 നോക്കുമ്പോൾ ഇതിൻ്റെ PE എന്ന് പറയുന്നത് 81 ഉണ്ടായിരുന്നത്. പക്ഷേ അടുത്ത ദിവസം ആ റിസൾട്ട് വന്നതിന് ശേഷം നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം നവംബർ 13 അത് ഒറ്റ ദിവസം കൊണ്ട് 51 പോയി. ഈ ഒരു റീറേറ്റ് എങ്ങനെയാണ് ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ ഷീറ്റിൽ പോയിട്ട് ഇവിടെ ഞാൻ 2 കാൽക്കുലേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് ആവശ്യം വരും. ഒന്ന് CAGR കാൽക്കുലേഷൻ, ഒന്ന് പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് കാണാനുള്ള കാൽക്കുലേഷൻസ്. അപ്പം അതിൻ്റെ ഇക്വേഷൻസ് ഇവിടെ ഈ ഡിവൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ നമ്മൾ വാല്യൂഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ അതിൻ്റെ റിസൾട്ട് വന്നോളും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. CAGR കാൽക്കുലേഷൻ്റെ ഫോർമാറ്റാണ്. അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഡിഫറൻസ് കാണാനുള്ള അതിൻ്റെ ഒരു കാൽക്കുലേഷൻസിൻ്റെ ഇത് കൊടുത്തിട്ട് നമുക്ക് ഇക്വേഷൻ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് നവംബർ 12 എന്ന് പറഞ്ഞിട്ടുള്ള ദിവസം. ഈ നവംബർ 12 എന്ന് പറയുന്നത് റിസൾട്ട് ഔട്ട് ആവുന്നതിൻ്റെ ഒരു ദിവസം മുന്നുള്ള ദിവസമാണ്. അതുപോലെ തന്നെ അടുത്തത് നവംബർ 13 എന്ന് പറഞ്ഞിട്ടുള്ള ദിവസം. അതെന്ന് പറഞ്ഞാൽ റിസൾട്ട് ഔട്ട് ആയതിനു ശേഷമുള്ള ദിവസം. അപ്പം ആ ഒരു സമയങ്ങളിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഒന്നാമത് ആ ഒരു സമയത്തുള്ള പ്രൈസ് നോക്കണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ആ ഒരു സമയത്തുള്ള EPS നോക്കണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ആ ഒരു സമയത്തുള്ള PE നോക്കണം. അപ്പം ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ചേഞ്ച് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നെങ്കിൽ EPSലോ അല്ലെങ്കിൽ PEലോ മാറ്റം വരണം. ഈ EPS എന്ന് പറയുന്നത് ഏണിങ്സ് പെർ ഷെയർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ഏണിങ്സ്, അതായത് നെറ്റ് പ്രോഫിറ്റ് കൂടണം. അത് പ്രോഫിറ്റബിൾ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ആ സ്റ്റോക്കിന് കൂടുതൽ മൂല്യം ആൾക്കാർ കൽപ്പിക്കുള്ളൂ. ഇപ്പോൾ നമ്മളൊരു നല്ലൊരു കമ്പനിയിൽ മാത്രം കൊണ്ടായിട്ടാണല്ലോ പൈസ കൊണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളെ അത് ആ ഒരു കമ്പനി ലോസ് ആണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കൊണ്ടുപോയിട്ട് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ EPS എന്ന് പറയുന്നത് ആ ഒരു പ്രോഫിറ്റബിലിറ്റിനെ കാണിക്കുന്ന ഒരു മെഷർമെൻ്റ് ആണ്. ഈ EPS വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് പ്രൈസിലുള്ള ഗ്രോത്ത് കാണിക്കുന്നത്. പിന്നെ ഈ PE എന്ന് പറയുന്നത് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏണിങ്സ് എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് PE റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഈ സ്റ്റോക്ക് പ്രൈസും അതിലുണ്ടാക്കുന്ന ഏണിങ്സും തമ്മിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ PE എന്ന് പറയുന്ന ഈ ഒരു മെഷർമെൻറ്റ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത് മുന്നോട്ടേക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് നോക്കാം. ഇവിടെ അപ്പോൾ ഞാൻ അതിൻ്റെ ഫോർമാറ്റിൽ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നവംബർ 12 റിസൾട്ട് വരുന്നതിൻ്റെ മുന്നേ ബിഫോർ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടും അതിൻ്റെ അപ്പുറത്തുള്ള നവംബർ 13 എന്ന് പറയുന്നത് റിസൾട്ട് ഡേയും, റിസൾട്ട് ഡേൻ്റെ അന്നും റിസൾട്ട് വരുന്നതിൻ്റെ മുന്നേ എങ്ങനെയാണ് മാർക്കറ്റിൽ ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നവംബർ 12 ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മളിവിടെ പോയിട്ടുണ്ടെങ്കിൽ പ്രൈസിൻ്റെ ചാർട്ടിലേക്ക് പോയിട്ട് നവംബർ 12 കേസർ വെക്കുമ്പോൾ അവിടെ കാണാം 32.36.15 എന്ന് പറഞ്ഞിട്ടും നവംബർ 13 നമ്മൾ നോക്കുമ്പോൾ 31.02 പിന്നെ അതേപോലെ തന്നെ ഇനി നമുക്കിവിടെ 2 ദിവസത്തെയും പ്രൈസ് കിട്ടി. നമുക്കിനി അടുത്തത് വേണ്ടത് ഇതിൻ്റെ EPS ആണ്. അപ്പോൾ EPS ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് ഈ PE റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷനിൽ പോയിട്ട് ഇവിടെ നമ്മൾ 1 ഇയർ ടൈം പീരീഡിലാക്കി. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കേസർ കൊണ്ടുപോകുമ്പോൾ കാണാം PE EPS എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് നവംബർ 12 EPS ആണ്. ഇതിൻ്റെ EPS വരുന്നത് 39.92 ആണ്. റിസൾട്ട് വരുന്നതിൻ്റെ മുന്നേ 39.92 ആണ്. ഈ റിസൾട്ട് വന്നതിന് ശേഷം നവംബർ 13 അതിൻ്റെ EPS വരുന്നത് 60.03 ആണ്. അപ്പോൾ അതും നമ്മളിവിടെ മെൻഷൻ ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേണ്ടതിൻ്റെ PE ആണ്. അപ്പോൾ PE നവംബർ 12 81.1 നവംബർ 13 ഇതിൻ്റെ PE എന്ന് പറയുന്നത് 51.7 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ ഇതിന്ന് എങ്ങനെ ഈ ഒരു
പ്രൈസ് അടുത്ത ദിവസം റിസൾട്ട് വന്നപ്പം ഈ 81 എന്നുള്ള പി എന്ന് 51 ഒറ്റ ദിവസം കൊണ്ട് മാറി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇതേപോലെ തന്നെ ഈ എങ്ങനെയാണ് ഈ പിനെ നമ്മൾ കാണാന്നുള്ളതാണ്. അപ്പം പിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി കാണാൻ വേണ്ടിയിട്ട് പി ഈക്വൽ ടു പ്രൈസ് ഡിവൈഡഡ് ബൈ ഏണിങ്സ്. അപ്പം പിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിലുള്ള കറന്റ് പ്രൈസ്, ഇപ്പം എത്രയാണോ പ്രൈസ്, അല്ലെങ്കിൽ നമ്മൾ ഈ കാൽക്കുലേഷൻ നോക്കുന്ന സമയത്ത് അന്ന് എത്രയാണോ പ്രൈസ് ആ ഒരു സ്റ്റോക്കിൻ്റെ ആ ഒരു സമയത്തെ പ്രൈസും ഡിവൈഡഡ് ബൈ ഏണിങ്സ് എന്ന് പറയുമ്പോൾ ആ സമയത്തുള്ള അതിൻ്റെ ഏണിങ്സ്. ഈ ഏണിങ്സ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഷെയർസിനോട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് EPS എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നമ്പർ കിട്ടുന്നത്. ഇവിടെ നോക്കണമെങ്കിൽ കാണാം 1.47 കോടിൻ്റെ നമ്പർ ഓഫ് ഷെയർസാണ് മാർക്കറ്റിൽ ഇതിനുള്ളത്. അപ്പം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് EPS ആദ്യം നമ്മളിപ്പം പി ആണ് പറഞ്ഞത്, ആ പി അതുപോലെ തന്നെ ഇനി അടുത്തത് EPS എന്ന് പറയുമ്പോൾ EPS എന്ന് പറയുന്നത് ഏണിങ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ്. അപ്പോൾ ഇവിടെ പി എന്താണെന്ന് കണ്ട് EPS എന്താണെന്ന് കണ്ട് ഇനി നമ്മൾ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ്, ഈ പ്രൈസ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ കാൽക്കുലേഷനാണ്. പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ നമ്മളിപ്പം കണ്ടിട്ടുള്ള ഈ PE ഇൻറ്റു EPS എന്നുള്ള ആ ഒരു ഫോർമാറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രൈസ് എന്ന് പറയുന്ന ആ ഒരു ഇത് കിട്ടുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുക, നവംബർ 12 ഇതിൻ്റെ PE എന്ന് പറയുന്നത് 39 അപ്പോൾ ഞാനിവിടെ നവംബർ 12 എന്ന് പറഞ്ഞിട്ട് കൊടുത്ത്, അപ്പോൾ ഇവിടെ ഞാൻ ഈ ഫോർമാറ്റ് ഈക്വൽ ടു നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് നവംബർ 12 എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ ഇവിടെ ശരിയാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കാനായിട്ട് പോകുന്ന പ്രൈസ് എങ്ങനെയാണ് വയ്ക്കുക, PE ഇൻറ്റു EPS എന്നാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ നവംബർ 12 ഇതിൻ്റെ EPS എന്ന് പറയുന്നത് 39.82. അപ്പോൾ ഞാനിവിടെ ഈക്വൽ ടു കൊടുത്തിട്ട് ആ സെൽ റെഫറൻസ് ഇവിടെ എടുത്ത് ഇൻറ്റു പ്രൈസ് എന്ന് പറയുന്നത് PE ഇൻറ്റു EPS എന്നാണ്. അപ്പോൾ ആ രണ്ട് സെൽ റെഫറൻസ് ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് 32.51 പറഞ്ഞത് 32 ഇവിടെ 32.36. ചെറിയ പോയിന്റ് വ്യത്യാസം എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തിൻ്റെ ക്ലോസിംഗ് പ്രൈസ് അതിൽ ചാർട്ടിൽ അപ്ഡേറ്റ് ആവാൻ, അല്ലെങ്കിൽ ഈ PEയിലോ EPSയിലുള്ള ചെറിയ പോയിന്റിൻ്റെ ഡിഫറൻസ്, ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൈനർ ഡിഫറൻസ് കൊണ്ടൊക്കെ ചെറിയൊരു വ്യത്യാസം അത് കാണിക്കും. അപ്പോൾ നമ്മളിവിടെ കണ്ട് നവംബർ 12 സ്റ്റോക്കിൻ്റെ പ്രൈസ് ഈ PE ഇൻറ്റു EPS ചെയ്തപ്പോൾ ഇവിടെ കിട്ടി. അതേപോലെ തന്നെ നവംബർ 13 പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ PE ഇൻറ്റു EPS ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി കിട്ടിയ ഈ ഒരു PE ഇൻറ്റു EPS ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ള ആ ഒരു ഇക്വേഷൻ ചെയ്യുമ്പോൾ 31.03 31.02 ഒരു ചെറിയ വ്യത്യാസം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈനർ വ്യത്യാസമൊക്കെ നമ്മൾ സ്ക്രീനിലുള്ള ഡാറ്റ എടുക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് പ്രൈസ് കിട്ടുന്നത് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കി. PEനെ കൊണ്ട് നമുക്ക് ഏണിങ്സിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കിട്ടുന്നത്. അപ്പം ഇനി ഇവിടെ ആലോചിക്കാം, നമ്മൾ നവംബർ 12 ഇപ്പം നിൽക്കുന്നത്. ഈ നവംബർ 12 ഡാറ്റ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഈ സെയിം PE അടുത്ത ദിവസം വരുമ്പോൾ ഈ PEയിൽ എങ്ങനെ ചേഞ്ച് ഉണ്ടാവണം, അല്ല ഈ PE ചേഞ്ച് ഉണ്ടാവാതെ ഈ ഏണിങ്സ് പുതിയ ക്വാർട്ടർലി റിസൾട്ട് വരുമ്പം ഈ PE വരുമ്പം ഈ ഒരു സ്റ്റോക്ക് പ്രൈസിൽ എങ്ങനെയാണ് മാറ്റം വരിക. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് തന്നെ കാണിക്കാം. PE നമ്മൾ നവംബർ 12 തന്നെ PE അത് ചേഞ്ച് വരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ നവംബർ 12 81.1 എന്നുള്ള റെഫറൻസ് എടുത്ത് ഇൻറ്റു അടുത്ത ദിവസം ക്വാർട്ടർലി റിസൾട്ട് വന്നപ്പം അവിടെ ഏണിങ്സ് വന്നത് ട്രെയിലിംഗ് 12 മന്തിൽ 60.03 നമ്മളിവിടെ സ്കൈഗോൾഡിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാം 60.03 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രെയിലിംഗ് 12 മന്തിലെ EPS കാണാം. ഈ EPS എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിലുള്ള 4 ക്വാർട്ടറിലുള്ള ഈ ടോട്ടൽ EPSനെ പ്ലസ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു 60.03 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു EPS കിട്ടുന്നത്. അത് പോകുമ്പോൾ റിസൾട്ട് ഔട്ട് ആയതിനു ശേഷം ഇവിടെ PE റേഷ്യോയിൽ പോയിട്ട് നമ്മൾ നേരത്തെ നോക്കിയ പോലെ 1 ചാർട്ടാക്കി ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം EPS എന്ന് പറയുന്നത് ട്രെയിലിംഗ് 12 മന്തിൽ 60.03. അതുപോലെ തന്നെ റിസൾട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യണമെങ്കിലും ഈ EPS കാണാം. അപ്പോൾ EPS എപ്പോഴും ട്രെയിലിംഗ് 12 മന്തിലാണ് നമ്മൾ ഓരോ റിസൾട്ട് ഔട്ട് ആകുമ്പോൾ മാറി വരുന്നത്. അങ്ങനെയാണ് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വെക്കുക. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നോക്കിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നവംബർ 12 PE 81 അടുത്ത ദിവസത്തേക്ക് റിസൾട്ട് വന്നപ്പം സെയിം PEയിൽ തന്നെ, അതായത് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടിട്ടുള്ള നവംബർ 12 PE ആയിട്ടുള്ള 81 ആ റിസൾട്ട് വന്ന അടുത്ത ദിവസം ആയിട്ടുള്ള EPSയിലേക്ക് മാറുമ്പോൾ അതേ EPS വെച്ചിട്ട് ഈ 60.03 എന്ന അടുത്ത നവംബർ 13 വന്നിട്ടുള്ള ആ ഒരു ട്രെയിലിംഗ് 12 മന്തിലെ EPS വെച്ചിട്ട് നവംബർ 12 PE ആയിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് അവിടെ കണ്ട സ്റ്റോക്ക് പ്രൈസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4868. പക്ഷേ നവംബർ 12 ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3236. അപ്പം ഈ 3236 ഒറ്റയടിക്ക് 4868 ജമ്പ് ചെയ്യും, ഒരിക്കലില്ലല്ലോ. അപ്പം ഇവിടെ PEയിൽ മാറ്റം വരും. ഇവിടെ മാറ്റം വരുന്നത് PEയിലാണ്. അതുപോലെ തന്നെ ഇവിടെ മാറ്റം വന്നത് ഏണിങ്സിലുമാണ്. ഈ പഴയ PE പുതിയ റിസൾട്ട് വരുമ്പോൾ
ഈ പി ഇവിടെ നിന്ന് ഈ ഒരു പിയിൽ സസ്റ്റെയിൻ ചെയ്യത്തില്ല, അത് ഡിഗ്രീസ് ആവും. കാരണം ഇവിടെ ഏണിങ്സ് കൂടുതലായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല റിസൾട്ട് വരുമ്പോൾ ആ പി ഒരിക്കലും ഹയർ പിയിൽ നിൽക്കില്ല, പി അഡ്ജസ്റ്റഡ് ആയിട്ട് വരും, ആ പി ലോ ആവും. അതുപോലെ തന്നെ ഇതേ സെയിം മെത്തേഡ് ലോവർ EPSന്റെ ഗ്രോത്ത് ആണ് അല്ലെങ്കിൽ ലോവർ നെറ്റ് പ്രോഫിറ്റ് ആണ് കമ്പനി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പി ഹയർ പിയിലേക്ക് പോകും. കാരണം ഓട്ടോമാറ്റിക്കലി അവിടെ അഡ്ജസ്റ്റഡ് ആവുന്നത് അങ്ങനെയാണ്. ഈ ഒരു സംഭവം മനസ്സിലാക്കിയിട്ട് വെക്കുക. നവംബർ 12 PE 81 ആയിരുന്നു. അത് നവംബർ 13 പുതിയ റിസൾട്ട് വന്നപ്പം ട്രെയിലിംഗ് 12 മന്തിലെ EPS 39 നിന്ന് 60 മാറി. അപ്പം നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത് കാണുക എപ്പോഴും PE × EPS ആണ്. അപ്പം നമ്മൾ ഈ നവംബർ 12 81ന്റെ PE എടുത്തിട്ട് നവംബർ 13 വന്നിട്ടുള്ള പുതിയതായിട്ടുള്ള റിസൾട്ടിലെ EPS 60 ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 48 68 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് പ്രൈസിലേക്കാണ് ശരിക്കും പോവുക. പക്ഷെ അങ്ങനെ ഒരിക്കലും പോകത്തില്ല. അപ്പോൾ ഇവിടെ നടക്കുന്നത് പുതിയ റിസൾട്ട് ഔട്ട് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ 81 എന്നുള്ള PE അഡ്ജസ്റ്റഡ് ആയിട്ട് പുതിയ PE വരും. അപ്പം അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പോൾ സ്റ്റോക്ക് പ്രൈസ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്കറിയാം. PE × EPS എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമുക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസ് കിട്ടുന്നത്. അപ്പം ഇതൊന്നും നമുക്ക് കാണുന്നത് പുതിയ PE ആണ്. അപ്പോൾ ഈ PE കാണാൻ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് PE × EPS എന്ന് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ PE = ഇപ്പോൾ നമുക്കിവിടെ PE ആണ് കാണേണ്ടത്. അപ്പം PE കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോക്ക് പ്രൈസ് സ്റ്റോക്ക് പി എന്ന് ഞാൻ ഷോർട്ടാക്കിയിട്ട് അടിച്ച് ഡിവൈഡഡ് ബൈ, നേരത്തെ ഇൻറ്റു ആണ് ചെയ്തത്, പ്രൈസ് കാണാൻ വേണ്ടിയിട്ട് PE × EPS ചെയ്ത് നമ്മൾ ആ ഒരു സമയത്ത് ഈ PE മാത്രം കാണാൻ വേണ്ടിയിട്ട് PE = കൊടുത്തിട്ട് സ്റ്റോക്ക് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. കാരണം നമുക്ക് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ PE നാളെ PE എത്രയാണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ അതിന് നമ്മളെ കയ്യിൽ നാളെ ആകെ കയ്യിൽ കിട്ടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോഴുള്ള സ്റ്റോക്ക് പ്രൈസും പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള റിസൾട്ട് ഔട്ട് ആയിട്ടുള്ള ആ റിസൾട്ടുമാണ്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് PE ആണ്. അപ്പോൾ നമുക്ക് PEൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി. അപ്പം ഞാനിവിടെ സ്റ്റോക്ക് പ്രൈസ് എത്രയാണ് നമ്മളിപ്പോൾ വിചാരിക്കുക, നവംബർ 13 ഈ ഒരു സ്റ്റോക്ക് പ്രൈസ് നമുക്ക് അറിയത്തില്ല. നവംബർ 12 ക്ലോസിംഗ് കിട്ടിയ സ്റ്റോക്ക് പ്രൈസ് 32 36 ആണ്. അപ്പം അതേ സെയിം സ്റ്റോക്ക് പ്രൈസ് ആണ് അടുത്ത ദിവസത്തിൽ ഓപ്പൺ ആവുന്നത്. സ്റ്റോക്ക് പ്രൈസിന് മാറ്റൊന്നും അന്ന് സംഭവിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പം ആ ഒരു സിനാരിയോയിൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് ഇവിടെ സ്റ്റോക്ക് പ്രൈസ് നവംബർ 12 തന്നെ സ്റ്റോക്ക് പ്രൈസിൻ്റെ റെഫറൻസ് എടുത്ത് ഡിവൈഡഡ് ബൈ നവംബർ 13 വന്നിട്ടുള്ള പുതിയ ഏണിങ്സ് നമ്മളപ്പോൾ അവിടെ എടുത്ത് അങ്ങനെ കൊടുക്കുമ്പം അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള PE എന്ന് പറയുന്നത് 53ൻ്റെ PE ആണ്. പക്ഷെ നമുക്ക് അറിയാം, നമ്മൾ നവംബർ 13 PE നോക്കി ചെക്ക് ചെയ്തപ്പോൾ അവിടെ 51 ആയിരുന്നു. നമ്മളിവിടെ ചാർട്ടിൽ പോയിട്ട് നവംബർ 13ൻ്റെ PE നോക്കുമ്പോൾ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ 51.7 ആണ്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 53 ആണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഈ പറയുന്ന പോലെ തന്നെ പുതിയ ഏണിങ്സ് വന്നപ്പോൾ സ്റ്റോക്ക് പ്രൈസിൽ നമ്മൾ ഇന്നലത്തെ സ്റ്റോക്ക് ക്ലോസിംഗ് ബേസ് ആയ സ്റ്റോക്ക് പ്രൈസിൻ്റെ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഇവിടെ PE കാൽക്കുലേറ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ വേറൊരു കാര്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, നവംബർ 12 കഴിഞ്ഞ് എപ്പോഴും ഈ ചാർട്ടിൽ നമ്മുടെ സ്ക്രീനറിൽ കാണിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് അന്നത്തെ ക്ലോസിംഗ് പ്രൈസിൻ്റെ ബേസിസിലായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് മൈൻഡിൽ വെക്കുക. അപ്പം ഇവിടെ നവംബർ 12 നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റോക്ക് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് 32 36 ആണ്. നവംബർ 12 ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ട പോലെ തന്നെ 32 36. നമ്മൾ ചാർട്ടിലേക്ക് വരുമ്പോഴും സെയിം 32 36 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോസിംഗ് പ്രൈസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നവംബർ 12 നവംബർ 13 വന്നപ്പം നവംബർ 13 ക്ലോസ് പ്രൈസ് ഞാനിവിടെ ജസ്റ്റ് മാർക്ക് ചെയ്യാണ് 31.02. അപ്പം നവംബർ 12 ഈ ക്ലോസിംഗ് പ്രൈസിൽ നിന്ന് അടുത്ത ദിവസം ക്ലോസ് ആയിട്ടുള്ള മാർക്കറ്റ് എത്രത്തോളം താഴത്തേക്ക് പോയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ -4.15%, അതായത് 134.15% താഴ്ച ഉണ്ടായി. അപ്പം ഇവിടെ നമുക്ക് ഈ 53ൻ്റെ PE കിട്ടാനുള്ള റീസൺ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് നവംബർ 12 ക്ലോസിംഗ് ഡേറ്റിലുള്ള ആ ഒരു സ്റ്റോക്ക് പ്രൈസിൻ്റെ എമൗണ്ട് വെച്ചിട്ടുള്ള PE ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പം ഇവിടെ നോക്കുക = നവംബർ 12 സ്റ്റോക്ക് പ്രൈസിൻ്റെ റെഫറൻസ് എടുത്ത് മൈനസ് നമ്മളെന്താണ് സ്കൈ ഗോൾഡിൻ്റെ ഈ ചാർട്ടിൽ കുഴപ്പം 134.15 പോയിന്റ് താഴ്ന്നത് കണ്ട് 134.15. അപ്പോൾ അവിടെ നോക്കുമ്പോൾ കാണാം 331.02 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ നവംബർ 13 നമ്മൾ കണ്ടിട്ടുള്ള ഇതിൽ പോയിട്ട് നോക്കിയിട്ടുള്ള അതേ സ്റ്റോക്ക് പ്രൈസ് ആണ് നമ്മളിപ്പം ഇവിടെ കാണുന്നത് 31.02. അപ്പം ഇതേ സെയിം ഫോർമുല നമ്മൾ ഇവിടെ PE കാണാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് പ്രൈസ് ഡിവൈഡഡ് ബൈ പുതിയ ഏണിങ്സ് വെച്ച് നോക്കുമ്പോൾ 51ൻ്റെ PE കിട്ടി. ഇത് നമ്മൾ ഈ ഡെസിമൽ പോയിന്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ 51.7 നമുക്ക് ഇവിടെ നവംബർ 13 ഈ ചാർട്ടിൽ കാണിച്ചിട്ടുള്ള അതേ PE നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു PE അഡ്ജസ്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ട്. ഇവിടെ
ഈ 81ൻ്റെ പിയിൽ തന്നെ അത് സസ്റ്റെയിൻ ചെയ്തിട്ട് പുതിയ ഏണിങ്സിൻ്റെ ഗ്രോത്ത് വരുമ്പോൾ ആ സ്റ്റോക്ക് പ്രൈസ് 4868 എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ജമ്പിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷെ അവിടെ അങ്ങനെയല്ല ശരിക്കും സംഭവിക്കുക. അവിടെ സംഭവിക്കുന്നത് സ്റ്റോക്ക് പ്രൈസ് പി ഇൻറ്റു EPS എന്നുള്ള ഫോർമാറ്റിലല്ല, അവിടെ പുതിയ ഏണിങ്സ് വരുമ്പോൾ അവിടെ പിയിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ പിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. പിനെ സ്റ്റോക്ക് പ്രൈസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പുതിയ വന്നിട്ടുള്ള ഏണിങ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ എത്ര മൾട്ടിപ്പിളിൻ്റെ പി ആണെന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ചാണ് നമ്മളിവിടെ പോകുമ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഈ 81 എന്നുള്ള പിയിൽ നിന്ന് ഒറ്റയടിക്ക് 51ലേക്ക് പോയിട്ടുള്ളത്. അതായത് വലിയൊരു ഏണിങ്സിൻ്റെ ഗ്രോത്ത് വന്നപ്പം ഈ പി എന്ന് പറയുന്നത് അഡ്ജസ്റ്റഡ് ആയി. ഇനിയിപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ പിയിൽ ഇതുപോലൊരു വലിയ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും എന്ത് ചെയ്യണം, അടുത്ത ക്വാർട്ടർ, ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു ക്വാർട്ടറിൽ പോയിട്ടുണ്ടെങ്കിൽ കാണാം സെപ്റ്റംബർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ കഴിഞ്ഞിട്ട് മാർച്ച് ജൂൺ അങ്ങനെ പോവുകയാണ്. അപ്പം ഇനി സെപ്റ്റംബർ കഴിഞ്ഞിട്ട് അടുത്ത ഡിസംബർ 3 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത ക്വാർട്ടറിലുള്ള റിസൾട്ട് വരിക. അപ്പം അടുത്ത ക്വാർട്ടറിലുള്ള ഏണിങ്സ് വരുന്നത് വരെ അത് എങ്ങനെയാണ് ഏണിങ്സ് പ്രതിഫലിക്കുന്നത് മാർക്കറ്റിൽ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് വാല്യൂഷൻ കൊടുക്കുക. അല്ലാത്ത പക്ഷം ഈ സ്റ്റോക്ക് പ്രൈസ് ഇനി ഇവിടെ ഇപ്പം കറൻ്റ് നിൽക്കണം 32.57 നിന്ന് ഈ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോകണോ താഴത്തേക്ക് പോകണോ അല്ലെങ്കിൽ സൈഡ് വൈസ് പോകണോ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഇനി ഇവിടെ ഏണിങ്സ് അല്ല. കാരണം ഏണിങ്സ് ഓൾറെഡി നവംബർ 13 ഔട്ടായി കഴിഞ്ഞ് അതിനനുസരിച്ച് പി ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റഡ് ആയി. അപ്പം നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം പി അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മൾ മെയിനായിട്ട് പറയാനുള്ള ഇവിടെ നേരത്തെ മെയിനായിട്ട് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് ഈ പി അഡ്ജസ്റ്റ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കണം. ഇവിടെ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്ക് പ്രൈസിൽ ഇത്രയും വലുതായിട്ട് ഒരു പിയിൽ കറക്ഷൻ വന്നിട്ടുള്ളത്, ഇത്രയും കാലം ഇല്ലാത്തൊരു കറക്ഷൻ പെട്ടെന്ന് ഇവിടുന്ന് ഈ ഒരു റീസെൻറ്റ് ടൈമിൽ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ്? അതേ സമയത്ത് സ്റ്റോക്ക് പ്രൈസിൽ നോക്കുമ്പോൾ അത്ര വലിയൊരു ഡൗൺ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ട് നടന്നെന്നുള്ളത് ഈ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ പി ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ആയി. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ഈ സ്റ്റോക്ക് ഏത് ഡയറക്ഷനിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നത് പി റീ റേറ്റിംഗോ പി ഡി റേറ്റിംഗോ ആണ്. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പം ഓൾറെഡി ഈ സ്റ്റോക്കിന് നല്ല സെൻറ്റിമെൻ്റ് ആണുള്ളത്. പക്ഷേ എന്നിരുന്നാലും ചില സമയത്ത് നല്ല റിസൾട്ടുകൾ ഔട്ട് ആയിട്ടുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് അല്ലാത്ത പക്ഷം അത് സ്റ്റോക്ക് പ്രൈസ് താഴത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവർ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ റിസൾട്ട് ആയിരിക്കത്തില്ല വന്നിട്ടുണ്ടാവുക, അവരുടെ എക്സ്പെക്ടേഷൻ്റെ അത്ര എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ PE റേറ്റിംഗ് ആണ് നടക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, PE റേറ്റിംഗ് ആണ് ആ എക്സ്പെക്ടേഷൻ അല്ലാത്ത സമയത്ത് മാർക്കറ്റിൽ നടക്കുക. ഇനി അതെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്ത അതേപോലെ തന്നെയാണ് അല്ലെങ്കിൽ അതിനേക്കാളും ഒരുപടി മുകളിലാണ് മാർക്കറ്റിൽ റിസൾട്ട് ഔട്ട് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അടുത്തത് നമുക്ക് PE റേറ്റിംഗ് ആണ്. അതായത് മാർക്കറ്റ് ഇനി മുകളിലേക്കാണ് പോവുക. അപ്പം ഇവിടെ ഇനിയിപ്പം ഈ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊന്ന് നോക്കുക, ഇവിടെ ഇപ്പം എന്താണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്? ഈ ചാർട്ട് നോക്കുമ്പോൾ കാണാം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഒരു പുൾ ബാക്ക് എടുത്ത് ഹൈ ക്രിയേറ്റ് ചെയ്ത് പുൾ ബാക്ക് എടുത്ത് അങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ഹൈ ഫോർമേഷൻ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ എന്നുള്ള ഫോർമേഷൻ അപ് ട്രെൻഡിലാണ് ഈ ചാർട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലസ് ബോട്ടത്തിൽ ഇവിടെ ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ടുണ്ട്. പ്ലസ് ഇപ്പം നിൽക്കുന്ന സിനാരിയോ എന്ന് പറയുന്നത് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് അവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എടുത്ത് ലോ ക്രിയേറ്റ് ആയി. ഇവിടെ നമുക്ക് PE റീഅഡ്ജസ്റ്റ്മെൻറ്റ് നടന്ന് PE റേറ്റിംഗ് നടന്ന് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പ്രോഫിറ്റ് ബുക്കിംഗ് ആണെങ്കിൽ അങ്ങനെ പറയാം, എന്ത് വേണമെങ്കിലും പറയാം. അപ്പം ഇവിടെ ഒരു പുൾ ബാക്ക് എടുത്ത് ഇപ്പം നിങ്ങൾക്കറിയാം ഇവിടെ റിസൾട്ട് ഔട്ട് ആയതിനു ശേഷം നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ആ നല്ല റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ PE ഇവിടെ അഡ്ജസ്റ്റഡ് ആയി കഴിഞ്ഞ് ഇനി നിങ്ങൾ ആലോചിക്കുക, ഇപ്പോഴുള്ള ഈ 60.03 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്വാർട്ടറിൽ EPS ഈ ഒരു ട്രെയിലിംഗ് 12 മന്തിലെ ഏണിങ്സ് വെച്ചിട്ട് പ്രീവിയസ് ആയിട്ടുള്ള 81 എന്ന് പറഞ്ഞ പിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ 4868 എന്ന് പറഞ്ഞ ടാർഗറ്റിലേക്ക് നിലവിലുള്ള സ്റ്റോക്ക് കറണ്ട് പ്രൈസിൽ നിന്ന് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടാവാം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഓൾറെഡി ഉള്ള PE മാർക്കറ്റിൽ ഈ സ്റ്റോക്കിന് കൊടുത്തിരുന്നത് 81 എന്ന് പറഞ്ഞിട്ടുള്ള PE ആയിരുന്നു. പുതിയ ഏണിങ്സ് വന്നപ്പോൾ അത് അഡ്ജസ്റ്റഡ് ആയിട്ട് 51ലേക്കാണ് വന്നത്. അപ്പം ഇനിയും 81ലേക്ക് തന്നെ പുതിയ EPS വെച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ 4868 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റേറ്റിലേക്ക് ഇത് പോയേക്കാം. ഓൾമോസ്റ്റ് ഞാൻ 48-71 സംതിങ് ആണ്. ഒരു 50% ഗ്രോത്ത് നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള PEയിലേക്ക് കറൻ്റ് പുതിയ ഔട്ടായിട്ടുള്ള ഏണിങ്സ് വെച്ചിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഫോർകാസ്റ്റ് ആണ് ചെയ്തത് ഭാവിയിലേക്ക് ഇതെങ്ങനെ പോകാമെന്നുള്ളത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അതേപോലെ തന്നെ ഇവിടെ നമുക്കറിയാം പുതിയ EPS എന്ന് പറയുന്നത് 60.03 ആണെന്നുള്ളത്. അതേപോലെ തന്നെ ഞാനിവിടെ അസ്യൂം ചെയ്യാണ് ഈ ഫ്യൂച്ചറിലേക്ക് ഈ സ്റ്റോക്ക് പ്രൈസ് എത്ര വരെ പോകാമെന്നുള്ളത്. അപ്പം ഇവിടെ നോക്കുക, EPSൽ ഇനി മാറ്റം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് PE ആണ്. കാരണം ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാർട്ടറിലുള്ള റിസൾട്ട് ഔട്ടായി കഴിഞ്ഞ് ഇനി അടുത്ത ക്വാർട്ടർ വരുന്നവരെ EPS സെയിം തന്നെ ആയിരിക്കും. അല്ലാത്ത പക്ഷം ഇവിടെ മാറ്റം വരാൻ പോകുന്നത് PEക്കാണ്. അപ്പം ഇപ്പം നോക്കുക, നമ്മൾ ഈ പറഞ്ഞ 2 ഡാറ്റയും നവംബർ 12 നവംബർ 13 ഡാറ്റകളാണ്. അത് കഴിഞ്ഞിട്ട് നവംബർ 14 കൂടെ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം
നവംബർ 14 പി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 54.3. അതായത് ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ഇവിടെ ഈ കാണിക്കുന്ന സ്പീഡിൽ ചെറിയ വ്യത്യാസമുണ്ട്. നവംബർ 14 54.3 എന്ന് പറഞ്ഞിട്ടുള്ള പി ആണ് കാണിക്കുന്നത്. നമുക്ക് ആക്ച്വലായിട്ടുള്ള പി കാൽക്കുലേറ്റ് ചെയ്യാം. ചിലപ്പോൾ സ്ക്രീനിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ സ്ക്രീനറിലൊക്കെ നമുക്ക് ഫോൾട്ടായിട്ടുള്ള ഡാറ്റാസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ സ്ക്രീനിലുള്ള ഡാറ്റ ഫോൾട്ടാണോ ശരിയാണോ എന്നുള്ളത് നോക്കാം. നമുക്കറിയാലോ നമുക്ക് എങ്ങനെയാണ് പി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈക്വൽ ടു ഇവിടുത്തെ ഗൂഗിൾ ഷീറ്റിൽ നമ്മൾ ഫോർമാറ്റ് കൊടുക്കണം. സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ എത്ര, നമ്മൾ ട്രേഡിംഗ് വ്യൂലുള്ള ചാർട്ടിൽ തന്നെ പോയിട്ട് ഇവിടെ സ്റ്റോക്ക് പ്രൈസ് 32.5710. നമ്മൾ 32.57.10 ഇനി ഡിവൈഡഡ് ബൈ നമുക്കറിയാം ഏണിങ്സ് എന്ന് പറയുന്നത് പുതിയത് ട്രailing 12 monthലത് 60.03 ആ ഞാൻ സെൽ റെഫറൻസ് എടുത്ത് പുതിയ പി എന്ന് പറയുന്നത് 54.25. ഞാനിവിടെ ഡെസിമൽ പോയിന്റ് കുറച്ച് 54.3. നമുക്കിതിൽ എത്ര ഇവിടെ കണ്ടില്ല, ഈ പി എന്ന് പറയുന്നത് 59.3. അതായത് ചില സമയങ്ങളിൽ ഇതിലുള്ള റേഷ്യോസ് ഒക്കെ കുറച്ച് അപ്ഡേറ്റ് ആവാൻ താമസം ഉണ്ടാവും. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ പി എസ് ആയിട്ടുള്ള ഇയേഴ്സിലോ ക്വാർട്ടറിലൊക്കെ ഡാറ്റാസ് ഒക്കെ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മാനുവലി എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം ഇപ്പോഴുള്ള കറണ്ടിലുള്ള പി എന്ന് പറയുന്നത് 54.03 ആണ്. അപ്പം കറണ്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വൽ ടു ഇപ്പം കിട്ടിയ പി ഇൻറ്റു EPS ചെയ്യുമ്പോൾ അപ്പം കറണ്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം കിട്ടിയ പി ഇൻറ്റു EPS ചെയ്യുമ്പോൾ 32.57 എന്ന് പറഞ്ഞിട്ടുള്ള 32.57 ആ ഒരു റേറ്റ് കിട്ടി. ഇവിടെ 32.5710 കണ്ടില്ലേ. ഇവിടെ ഇപ്പം ഡാറ്റ കറക്റ്റായിട്ട് കിട്ടി ആ സ്റ്റോക്ക് പ്രൈസ്. നേരത്തെ നമ്മളിവിടെ സ്റ്റോക്ക് പ്രൈസ് ഇവിടെ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ചെറിയ ഡിഫറൻസ് വന്നത് ആ സ്ക്രീനറിലുള്ള ചെറിയ പോയിന്റുകൾ ഡിഫറൻസ് വരുമ്പോഴാണ് ഈ പറയുന്ന കാൽക്കുലേഷൻസ് എടുക്കുമ്പോൾ ചെറിയ ഡിഫറൻസ് വരുന്നത്. ഇവിടെ നമ്മൾ കറക്റ്റ് ട്രേഡിംഗ് വ്യൂലുള്ള പ്രൈസും അതുപോലെ തന്നെ EPS എന്ന് പറയുന്നത് നമുക്കറിയാം. EPS ഒക്കെ ഇതിൽ കാണിക്കുന്നത് കറക്റ്റ് തന്നെ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം നമ്പർ തന്നെ ക്വാർട്ടർലി റിസൾട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ചെക്ക് ചെയ്താൽ മതി. ഇതേ സെയിം EPS തന്നെയാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കറണ്ട് പ്രൈസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി 32.57.10. ഇവിടെയും 32.57.10. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിനു മുന്നേ നമ്മൾ നവംബർ 12 കിട്ടിയിട്ടുള്ള ഈ 81.1 ഒന്നെന്ന് പറഞ്ഞിട്ടുള്ള പി ആണ് മാർക്കറ്റിൽ ഇനി കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോഴുള്ള പി എന്ന് പറയുന്നത് നമുക്കറിയാം 54ൻ്റെ ബി ആണ്. ഇപ്പോഴുള്ള റേറ്റ് എന്ന് പറയുന്നത് 32.57 ആണ്. അപ്പോൾ ഞാനിവിടെ ഇക്വേഷൻ കൊടുക്കുകയാണ്. ഇവിടെ പി ഇൻറ്റു EPS എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇക്വേഷൻ കൊടുത്ത് സെൽ റെഫറൻസ് എടുത്ത് അപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഈ 54 എന്ന പി എന്ന് 81ലേക്ക് പി മാറുകയാണെന്നുണ്ടെങ്കിൽ 4800 സംതിങ് നമ്മൾ നേരത്തെ അവിടെ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു വാല്യൂയിലേക്ക് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുന്നത് കണ്ട്. ഇനി നമ്മൾ അടുത്തത് നോക്കുക, ഇതിൽ PEs എടുക്കുക. PEs എടുക്കുമ്പോൾ ഈ പി നോക്കുക. PEസിൽ ഇവിടെ 87, 100, 60, 182 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കമ്പനികളിലൊക്കെ പി ഇവിടെ കാണാം. അപ്പം ഇതിൽ നമ്മളൊരു ആവറേജ് ഒരു 100ൻ്റെ പി അല്ലെങ്കിൽ ഒരു 90ൻ്റെ പി ഇവിടെ ഒരു ആവറേജ് നമ്മൾ എടുക്കണം. ഈ മീഡിയം പി അല്ലാണ്ട് നമ്മൾ എടുക്കണം. അത്രയും ഹൈ പിയിൽ ഈ ഓൾറെഡി ഉള്ള മാർക്കറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള പുതിയ കമ്പനികളിൽ ആ ഒരു പി മാർക്കറ്റ് ഇതിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 100 എടുത്തു ഒരു ആവറേജ് ആയിട്ട്. ഇവിടെ നോക്കിയാലാണ് 6000ലേക്ക് ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ ഉള്ള 32,000 നിന്ന് ഓൾമോസ്റ്റ് ഒരു 80 to 90% ഗ്രോത്ത് നമുക്ക് ഇവിടുന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളിവിടെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഇത് നോക്കുക. ഇവിടെ CAGR കാൽക്കുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്ക് പ്രൈസിൻ്റെ ആവറേജ് 3 ഇയർലിയോ അല്ലെങ്കിൽ 5 ഇയർലിയോ സ്റ്റോക്ക് പ്രൈസിലുള്ള ഗ്രോത്ത്, സ്റ്റോക്ക് പ്രൈസിലുള്ള പ്രോഫിറ്റിലുള്ള ഗ്രോത്ത് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഡാറ്റ ഒന്നും കിട്ടുന്നില്ല. കാരണം ഇവിടെ ഈ അടുത്ത് ഈ ഡാറ്റാസ് ഒക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ മാനുവലായിട്ട് കൂട്ടാണ്. ഇപ്പം 17 നിന്ന് 80ലേക്കാണ് ട്രailing 12 monthൽ ഇതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് ഈ 3 കൊല്ലം കൊണ്ട് ഉണ്ടായത്. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. 17 പഴയ വാല്യൂ, പുതിയ വാല്യൂ 80, നമ്പർ ഓഫ് ഇയേഴ്സ് 3, ഓൾമോസ്റ്റ് 67% CAGR ഗ്രോത്താണ് ഈ 3 കൊല്ലം കൊണ്ട് ഈ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായിട്ടുള്ളത്. ഈ സ്റ്റോക്ക് പ്രൈസിലല്ല, ഈ ഒരു കമ്പനീൻ്റെ പ്രോഫിറ്റിൻ്റെ ഗ്രോത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഇത്രയും 67% ഗ്രോത്ത് ഈ 3 കൊല്ലം കൊണ്ട് ഈ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മിനിമം ഈ ഒരു കമ്പനി 67ൻ്റെ പി കമാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും 4022 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് പ്രൈസിലേക്ക് പോകും. ഇപ്പോഴുള്ള സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ് എത്ര, 3257. ചില സമയങ്ങളിൽ മാർക്കറ്റ് ഹൈ വാല്യൂഷൻ കൊടുക്കാമെന്ന് നമ്മൾ അറിയില്ല. അതായത് പി റിവേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത്, ഈ പി എന്ന് പറയുന്നത് ഇപ്പം ഇത് 1 രൂപ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 54 ഇരട്ടി മാർക്കറ്റ് കറൻലി ഇപ്പം ആ ഒരു സ്റ്റോക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണെന്നുള്ളതാണ് പി നെ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏണിങ്സിൻ്റെ എത്ര മൾട്ടിപ്പിൾ മാർക്കറ്റിൽ ഇതിന് വാല്യൂ കൊടുക്കാൻ ആൾക്കാർ റെഡിയാണെന്നുള്ളതാണ്. അപ്പം എപ്പോഴും ഏണിങ്സ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ പാസ്റ്റിലെ 3 ഇയറിലെ ഏണിങ്സ് ഗ്രോത്ത് എന്ന് പറയുന്നത് 67%. അപ്പം ഈ 67%ൻ്റെ ഇരട്ടിയെങ്കിലും മാർക്കറ്റ് എപ്പോഴും
അതിൻ്റെ PE മൾട്ടിപ്പിൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പം ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ ഇൻറ്റു 2 ചെയ്യണം. 134 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഏർണിങ്സ് ഗ്രോത്തിൻ്റെ CAGRൻ്റെ മൾട്ടിപ്പിളെങ്കിലും 67 134 എന്ന് പറഞ്ഞാൽ ഡബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ PE ഇത്രയും കമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് പ്രൈസ് 8000 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നമ്പറിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ഈ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് 32.57 ആണ്. അപ്പം ഇവിടെ 32.57. ഇപ്പം നമുക്ക് പുതിയതായിട്ട് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത വാല്യൂ എത്ര? 80.44. ഓൾമോസ്റ്റ് 146% ഗ്രോത്ത് ഈ ഒരു സ്റ്റേജിൽ നിന്ന് ഈ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഏർണിങ്സിൻ്റെ ഗ്രോത്തിനേക്കാളും ഡബിളാണ് മാർക്കറ്റ് വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അല്ല, നമ്മൾ നേരത്തെ കണ്ട പോലെ നവംബർ 12 റിസൾട്ടിന് വരുന്നതിന് മുന്നേ മാർക്കറ്റ് എത്ര PE ആണോ കമാൻഡ് ചെയ്തത് ആ PE എങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4800 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഖ്യയിലേക്ക് എത്താൻ, അതായത് 50% ഗ്രോത്തിലേക്ക് വരാനുള്ള ചാൻസ് ഇനിയും ഈ സ്റ്റോക്കിനുണ്ടെന്നുള്ളത് മനസ്സിലാവും. അതേപോലെ തന്നെ ഇതിൻ്റെ PE റേഷ്യോ നോക്കിയെങ്കിൽ കാണാം, എപ്പോഴും ഒരു ഹൈ ലോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രീമിയം വാല്യൂഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു കോമ്പൗണ്ടഡ് ആയിട്ടുള്ള റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണത്. അപ്പം ഇത് അതിൻ്റെ നെക്സ്റ്റ് ബോട്ടത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് എന്തായാലും ഉണ്ടാവും. ഓരോ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ അത് നല്ല രീതിക്ക് മാർക്കറ്റ് അതിൽ ഏർണിങ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ഹൈ എന്ന് പറയുന്നത് 80 എന്ന് പറഞ്ഞിട്ടുള്ളതിനെ പ്രൊപ്പോസ് ചെയ്തിട്ട് മുകളിലേക്ക് പോയിട്ട് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്താൽ 120-140 റേഞ്ചിലേക്ക് പോകാനുള്ള വലിയ പ്രയാസമൊന്നുമില്ല. ഇതിൻ്റെ മീഡിയം PE പോലും 34 ആണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇത്രയും നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയാണ് ഇതിൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള വാല്യൂസ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് ഇതിൽ PE റീറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇവിടെ നമ്മളിപ്പോൾ കണ്ട് ഇവിടെ ഈ ഒരു ക്വാർട്ടറിൽ ഏർണിങ്സ് 60, ഇനി അത് മാറ്റം വരാൻ പോകുന്നില്ല. അപ്പം ഇനി നമുക്ക് അടുത്തുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് PE മാറ്റം വരിക എന്നുള്ളതാണ്. ആ PE മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് വരിക? ഇപ്പോൾ 54 എന്ന് പറഞ്ഞിട്ടുള്ള PE ഇവിടെ നിന്ന് മാറിയിട്ട് 56 ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസും 33.61. അതായത് ഒരു ദിവസം ഒരു 5%, 10% ഒക്കെ PE ഇവിടെ മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് സ്റ്റോക്ക് പ്രൈസ് 32 നാളെ ഒരു 5% or 10% ഒക്കെ ആവുകയാണെങ്കിൽ 3300 ഒക്കെ പോകാനുള്ള ചാൻസ്. അങ്ങനെ ഇനിയിപ്പോൾ ഈ PE വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഈ 54 എന്നുള്ളപ്പോൾ ബില്ല് 52 പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൈസായി 32 31 പോകും. ഇനി PE മാറ്റം വരിക. അപ്പോൾ സ്റ്റോക്ക് പ്രൈസ് എങ്ങനെയാണ് ഇനി ബിഹേവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ഏർണിങ്സ് ഇവിടെ സ്റ്റേബിൾ ആയിരിക്കും. അടുത്ത 3 മാസത്തേക്ക് ഒരു ക്വാർട്ടറിലേക്ക് ഇവിടെ ഇനി മാറ്റം വരാൻ പോകുന്നത് PE അപ്പോൾ PE ആണ് ഇനി കമാൻഡ് ചെയ്യുക. മാർക്കറ്റ് ഏത് രീതിക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യണമെന്നും എങ്ങനെയാണ് ഇതിൽ വാല്യൂഷൻ മാർക്കറ്റിൽ കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി PE ആണ് തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പം ഇതിൽ കാണുന്ന PE ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മാനുവലി കാണിക്കുക, കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 54 ആണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആവും. ഈ ക്ലോസ് ആയതിനു ശേഷം അന്നത്തെ PE എത്രയാണ് നോക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ഈ EPS സെയിം ആയിരിക്കും. ഇവിടെ PE ഇനി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി PE റീറേറ്റിങ്ങും ഡീറേറ്റിങ്ങുമാണ് നടക്കുക. ഓൾറെഡി PE അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ നടന്നു കഴിഞ്ഞ് അതാണ് നമ്മളിവിടെ ഈ കണ്ടുപിടിച്ചിട്ടുള്ള നവംബർ 12 റിസൾട്ട് വരുന്നതിൻ്റെ മുന്നേ നവംബർ 13 റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഈ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനി കൊടുക്കുന്ന ഗൈഡൻസ് ഉണ്ടാവും. അത് വരുന്ന 2 കൊല്ലത്തേക്ക് 3 കൊല്ലത്തേക്കൊക്കെ ഇത്ര പെർസെൻറ്റേജിൻ്റെ ടോപ്പ് ലൈൻ ഗ്രോത്തോ ബോട്ടം ലൈൻ ഗ്രോത്തോ അല്ലെങ്കിൽ എബിറ്റയുടെ ഗ്രോത്തോ പാറ്റിൻ്റെ ഗ്രോത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പാൻഷനോ അല്ലെങ്കിൽ സെക്ടറിലുള്ള ഡെവലപ്മെൻറ്റോ ഈ കാരണങ്ങളൊക്കെ PE സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അതേപോലെ സ്കൈ ഗോൾഡിൽ ഓൾറെഡി മാനേജ്മെൻറ്റ് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഗൈഡൻസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള പ്രൈസ് എത്രയാവുമെന്നും അന്ന് എത്രയായിരിക്കും PE എന്നും PEG എന്നും അന്നത്തെ വാല്യൂ എത്ര ആയിരിക്കും, അന്ന് മാർക്കറ്റ് എത്രയൊക്കെ PE കമാൻഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴേ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു 3 കൊല്ലത്തേക്ക് ഫോർകാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് വാല്യൂ കൊടുക്കുന്നതിനെ കൊണ്ടാണ് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസിന് 50 100 ഒക്കെ PE മാർക്കറ്റ് കമാൻഡ് ചെയ്യുന്നത്. അതിന് അടുത്ത 2-3 കൊല്ലത്തേക്ക് ഉള്ള വാല്യൂ ഓൾറെഡി മാർക്കറ്റ് ഒന്ന് കൊടുത്തു വെക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓൾ ടൈം ഹൈയിൽ പോയിട്ട് സ്റ്റോക്ക് ഒന്നും എടുക്കരുത്. കാരണം ഓൾറെഡി അന്നത്തേക്കുള്ള ആ സ്റ്റോക്കിൻ്റെ എല്ലാ പ്രീമിയം മുന്നേ തന്നെ ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ ഒരു സ്കൈ ഗോൾഡിൻ്റെ ഇതുപോലെ തന്നെ ആ മാനേജ്മെൻറ്റ് ഗൈഡൻസ് കൊടുത്തിട്ടുള്ള കാൽക്കുലേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ട് നോക്കാം.